2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് NCP സ്ഥാനാർത്ഥികൾ ജനവിധി തേടുകയാണ്. ഇവരെ വിജയിപ്പിക്കണമെന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി അഭ്യർത്ഥിച്ചു. NCP രണ്ടായതിനു ശേഷം പിളർപ്പിന് ശേഷം വരുന്ന കേരളത്തിലെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ തന്നെ കേരളത്തിൽ ഏതാണ്ട് 100ഓളം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയാണ് ഒറ്റയ്ക്ക്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ മിക്കവാറും ഞങ്ങൾക്ക് കൂടുതൽ ഇത്തരത്തിൽ സ്വാധീനമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പാർട്ടി വളർന്നുകൊണ്ട് അതിൽ NCP SP-ക്കും സ്വാധീനമുള്ള സ്ഥലങ്ങളാണല്ലോ. ഇപ്പോൾ 2 വോട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മത്സരം മിക്കവാറും പല സ്ഥലങ്ങളിലും NCP SP-യുമായിട്ടാണ് ഞങ്ങളുടെ NCP-യുടെ മത്സരം വരുന്നത്. അപ്പം അതിൽ ചില സ്ഥലങ്ങളിൽ വളരെ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ചിഹ്നം, ഒറിജിനൽ ചിഹ്നവും കൊടി ഞങ്ങളുടെയിലാണല്ലോ. അപ്പോൾ 20 വർഷമായി ഇത്തരത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നൊരു വാർഡിൽ, പാലക്കാട്, അവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തിട്ടും ഞങ്ങൾക്ക് ചിഹ്നം തരാത്തൊരു പ്രശ്നം കൂടി ഉണ്ടായി. കാരണം ചിഹ്നം കിട്ടിയാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഷാഹിന എന്നുള്ള പേരിലാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഹിനായിരുന്നു. അപ്പോൾ അവരൊരു വലിയ ഫൈറ്റിലേക്ക് എത്തി. അവസാനം ചിഹ്നം തരാതെ മറ്റു പല കാര്യങ്ങളുണ്ട്, ഒറിജിനൽ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ചിഹ്നം തരാതെ കാറ് ചിഹ്നം അനുവദിച്ചു. ഞങ്ങളതിനെതിരെ ഹൈക്കോടതി പോയി അവസാനം ചിഹ്നം അനുവദിച്ച് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ചിലപ്പോൾ കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള നല്ലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തീർച്ചയായും ഒരു വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ചിഹ്നമാണ് കേരളത്തിൽ വർഷങ്ങളായിട്ട് എല്ലാവർക്കും പരിചയമുള്ളത്. ഞങ്ങൾക്ക് സ്വാധീന സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ. ഒരാളുമായിട്ടും, അതിൽ ഒരു മുന്നണിയുമായിട്ടും യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അതിൽ എറണാകുളം ജില്ലയിൽ 7 പേരാണ് മത്സരിക്കുന്നത്. കളമശ്ശേരി മണ്ഡലത്തിൽ 3 ആളുണ്ട്. ഒന്ന് ജയപ്രകാശാണ്, ഒന്ന് വത്സമ്മരാജൻ, മറ്റൊന്ന് സജി. ഇങ്ങനെ 3 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. നല്ല ഫൈറ്റാണ് നടക്കുന്നത്. അതിലും ചില സ്ഥലങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കുന്നതിനും മറ്റു ചില ആളുകൾക്ക് അതിൻ്റെ ദോഷം വരുന്നതിലേക്കൊക്കെ പല ഇതും വരികയുണ്ടായി. പക്ഷേ ഞങ്ങളാരും നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ പാർട്ടി ചിഹ്നത്തിൽ ജനവിധി തേടുകയാണ്. ഇവരെ കേക്ക് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ